ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോയ ചങ്ക്സ് ഫ്രൈ ആണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇപ്പോൾ സ്കൂളിലേക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണ്. ആദ്യം നമുക്ക് നന്നായിട്ട് ഈ സാധനം കഴുകിയെടുക്കണം. അതിനായൊരു ചൂടുവെള്ളത്തിലേക്ക് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സോയ ചങ്ക്സ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതിന് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഈ സോയ ചങ്ക്സ് ഒന്ന് ഞെക്കി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉള്ളിലേക്ക് ഒരു വെള്ളെത്തിയോ നന്നായിട്ട് സോഫ്റ്റായെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമുക്ക് ആദ്യം ഒന്നുകൂടി വെള്ളം ചേർത്ത് കഴുകിയെടുക്കാനുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 2-3 പ്രാവശ്യം കഴുകാം. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത ശേഷമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഉപ്പ്, അതിൻ്റെ കൂടെ കുറച്ചൊരു ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർക്കാം. പക്ഷെ ഒന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ സോയ ചങ്ക്സ്, നമ്മൾ കഴുകി വെച്ച സോയ ചങ്ക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഓരോ സോയ ചങ്ക്സിലേക്കും ഈ സാധനമൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു 2-3 മിനിറ്റ് വെച്ചാൽ തന്നെ ധാരാളമാണ്. ഇതിലേക്ക് ഇനി ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്ത് നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറിവേപ്പില കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ സോയ ചങ്ക്സിലേക്കും എൻ്റെ മണവും രുചിയൊക്കെ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ചേർക്കുക. നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ഇടാം. നല്ല ചൂടായ എണ്ണയിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അതിനൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. കുറച്ചെണ്ണ മതിയാകും നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കിയാൽ തന്നെ നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് കറിയായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പം നോൺ വെജ് തന്നെ വേണമെന്നില്ലല്ലോ. ഇങ്ങനെ വെജായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫൈനലി നമുക്ക് നമ്മുടെ ടിഫിൻ ബോക്സിലേക്ക് സോയ ചങ്ക്സ് എടുത്ത് റെഡിയാക്കി കൊണ്ടുപോകാം.